നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം സക്സസ് ആയിരുന്നു, നമ്മുടെ റിയൽ ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അത്രയും പെർഫെക്ഷൻ വന്നില്ലെങ്കിൽ പോലും ഏകദേശമൊക്കെ നമ്മുടെ നാടൻ മുല്ലയുടെ ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് നാടൻ മുല്ല എന്ന് കേട്ടോ പറയാം. നിങ്ങളുടെ അവിടെ ഇതിന് എന്ത് പേര് പറയുമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മളെല്ലാ ഫ്ലവേഴ്സും ചെയ്യുന്ന പോലെ 0.8 mm ഐവറി കളർ ഫോമറിൻ ഷീറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റെമ്മും നമ്മൾ ഈ ഒരു ഷീറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ പേസ്റ്റൽ കളർ ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് A4 ഷീറ്റിൽ ഒരു 3 ഇഞ്ച് ലെങ്ത്തിലും 3 ഇഞ്ച് വിഡ്ത്തിലും ഒരു ലൈൻ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അത്രയും ഒരു പീസാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 3 ഇഞ്ചിൻ്റെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2.25 ഇഞ്ച് എടുക്കുക. അപ്പോൾ ഫ്ലവറിൻ്റെ സൈസ് കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞു കിട്ടും. ഇത് ഓക്കെ ആണ് എങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കാൻ 2.25 എടുത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കട്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 ഇഞ്ച് എടുത്തത് കേട്ടോ. 3 ഇഞ്ചിലും ഫ്ലവറിന് ചെറിയൊരു സൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ 3 ഇഞ്ചിലിവിടെ 3 ഇഞ്ച് വിട്ടും 3 ഇഞ്ച് ലെങ്ത്തും, അതായത് നിങ്ങൾ 2.25 എടുക്കുകയാണെങ്കിൽ 2.25 ഇഞ്ച് വിട്ടും 2.25 ഇഞ്ച് ലെങ്ത്തും എടുക്കുക. അതിന് ശേഷം ഇതുപോലെ കോണോട് കോണൊന്ന് മടക്കി കൊടുക്കുക. ഒരു പ്രാവശ്യം മടക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കറക്റ്റ് സെൻറ്റർ പിടിച്ചിട്ട് നമ്മളിത് ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഒറ്റ വട്ടം കൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ്, അതായത് ആ ഷേപ്പ് നമ്മൾ വരച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഇതിന് മുമ്പ് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ ഇതിന് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഈ വരയ്ക്കുന്നതിലാണ് ഈ ഫ്ലവറിൻ്റെ ഭംഗി വരിക കേട്ടോ. അത് കറക്റ്റായിട്ട് നിങ്ങൾ നല്ല ഷേപ്പിൽ വരച്ചെടുത്താൽ നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ ഫ്ലവർ ഇവിടെ കിട്ടും. അതിന് ശേഷം ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ടിട്ട് കൊടുക്കും വേണം. അപ്പോൾ ആദ്യം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ 2.25 എടുക്കുമ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും, കുറച്ചും കൂടി ഒരു സൈസ് കുറയുമല്ലോ. പക്ഷേ ഫ്ലവറിൻ്റെ സൈസ് കറക്റ്റായിട്ട് വരും കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ 3 ഇഞ്ചിൽ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. 3 ഇഞ്ചിലാവുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കട്ട് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. ഫ്ലവറിൻ്റെ ആ മുകൾ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടിയിലൊരു ചെറിയ കട്ട് ഇട്ട് കൊടുക്കണം. ഒരുപാട് കയറ്റി കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വട്ടം അവിടെ കൂടുതലായിട്ട് വരും. അപ്പോൾ ആ ഒരു തുമ്പ് മാത്രം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് നിവർത്തി നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഇതളുകൾ ഇങ്ങനെ വിടർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുല്ലപ്പൂവിൻ്റെ ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഐവറി ഷീറ്റിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ പേനയൊന്നും യൂസ് ചെയ്യരുത്. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ മേക്കിംഗ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ടൂത്ത് പിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെയുള്ള എന്തെങ്കിലും വേണം നിങ്ങളിത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ആ ഒരു പെറ്റൽസൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മൾ ജാസ്മിൻ ഫ്ലവർ, അതുപോലെ തന്നെ അതിൻ്റെ മുട്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്, പിച്ചി, അതുപോലെ ചെമ്പകം, ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോൾഡൊന്നും ഇല്ലാണ്ട് ഹാൻഡ് മെയ്ഡായിട്ട് നമുക്ക് എങ്ങനെ ഫ്ലവർ കട്ട് ചെയ്ത് മേക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. ഞാൻ 1-2 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ജസ്റ്റ് ആ ഫ്ലവർ ചെയ്ത പോലെ തന്നെ. ഇനി അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തത് ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. 2 വട്ടം മടക്കിയാൽ മതി. അതിന് ശേഷം ആ തുമ്പ് ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കട്ട് ചെയ്യരുത്, അപ്പോൾ അത് വലുതാവും ആ ഒരു വട്ടം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിൻ്റെ തണ്ട് മേക്ക് ചെയ്തെടുക്കണം. തണ്ട് മേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരു 1 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് വീതിയും 1.5 ഇഞ്ച് ലെങ്ത്തിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. വീതി ഒരുപാട് കൂടരുത്, കാരണം നമുക്ക് അധികം കട്ടി ഉണ്ടാവില്ല ഇതിൻ്റെ തണ്ടിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് വീതിയിൽ എടുക്കാം, അതുപോലെ 1.5 ഇഞ്ച് ലെങ്ത്തിലും എടുക്കാം. ഇതുപോലെ 2 പീസ് ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 2 ഫ്ലവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2 ഫ്ലവറാണ് മേക്ക് ചെയ്ത് കാണിക്കുന്നതല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 എണ്ണം കട്ട് ചെയ്തെടുക്കാം. ഫോം ഷീറ്റിൽ നമുക്കിത് ചെയ്തെടുത്താൽ ഇത്രയും പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. ഫോമറിൻ ഷീറ്റ് തന്നെ വേണം, കനം കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഫ്ലവറൊക്കെ മേക്ക് ചെയ്യാൻ എടുക്കുന്ന പേപ്പറുകളിലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ്, ഈ ഒരു ഫോമറിൻ ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പറിൽ കളർ പേപ്പറുകൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. 2 പീസ് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് നിങ്ങൾ ആ ഒരു വരച്ച ആ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. വീതി കൂടുതൽ കുറയാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് ഒട്ടിച്ചെടുക്കാനായിട്ട്.
നമ്മുടെ ജാസ്മിന് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടിക്കുന്ന പോലെ ഒട്ടിക്കരുത്, അതിനെ പതിപ്പിച്ച് വെച്ച രീതിയിൽ ഒട്ടിക്കരുത്. ഇനി നമുക്ക് ഫ്ലവറിനെ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ജാസ്മിൻ ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ ചൂടാക്കിയെടുക്കണ്ട, ലൈറ്റായിട്ടൊന്ന് ചൂടായതിന് ശേഷം സെൻറ്റർ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട് തന്നെ പ്രസ് ചെയ്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതുപോലെ ലൈറ്റായിട്ട് സെൻറ്റർ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റെമ്മിന് വേണ്ടിയിട്ട് സ്റ്റെമ്മിൻ്റെ ഒരു ഭാഗം നമുക്ക് ആദ്യം ഒട്ടിച്ചെടുക്കാം. ലൈറ്റായിട്ട് ഇതുപോലെ ഒരു സൈഡ് ഒട്ടിക്കുക. അതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച ഭാഗത്തേക്ക് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നിങ്ങളിതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. ഒന്ന് അതുപോലെ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് റൗണ്ടിൽ തന്നെ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാസ്മിൻ ചെയ്യുന്ന പോലെ പ്രസ് ചെയ്ത് വെക്കാതെ ആ ഒരു റൗണ്ടിൽ കിട്ടും. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക്, ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടണം. ഇനി സ്റ്റെമ്മുമ്പോൾ നമുക്ക് കളർ കൊടുക്കാം. നമ്മൾ അതായത് പോലെ ഒന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കയ്യിലെടുത്തിട്ട് അതൊന്ന് കൈ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളിതിപ്പോൾ അടിഭാഗത്താണ് ലൈറ്റായിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗത്തും ലൈറ്റായിട്ടൊന്ന് കൊടുക്കുക കേട്ടോ. സെൻറ്റർ നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വരുന്ന ഭാഗമാണ്, അവിടെ ലൈറ്റായിട്ടൊന്ന് കൊടുക്കുക. ഇതാണ് നമ്മൾ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ട ഭാഗം. രണ്ടും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഹെയർ ആക്സസറീസിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഞാൻ പ്ലേലിസ്റ്റായിട്ടും അത് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളിത് ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്റ്റെം ഒട്ടിച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇത് ഇതുപോലെ വെച്ചിട്ട് നിങ്ങളൊന്ന് തിരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കിട്ടും കേട്ടോ. അതുപോലെ കിട്ടും. ഇനി ഇതിൻ്റെ രണ്ട് സൈഡ്, അതായത് ചുറ്റും, രണ്ട് സൈഡല്ല, അതിൻ്റെ ചുറ്റും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പതുക്കെ താഴേക്ക് വലിക്കുക. കുറച്ചൊന്ന് മുകളിലേക്ക് നമ്മൾ കയറ്റി വെക്കുക. അതിന് ശേഷം ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പതുക്കെ അതുപോലെ ഒന്ന് താഴേക്കാക്കി കൊടുക്കുക. ചെറിയൊരു പോർഷൻ മാത്രം ഫ്ലവറിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. ഗ്ലൂ ഒക്കെ നല്ല രീതിയിൽ നമ്മളത് കളഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ജാസ്മിൻ്റെ ലുക്ക് കിട്ടുന്നുണ്ടോ? ഒറ്റ ഇതളുള്ള ഫ്ലവർ ഉണ്ടല്ലോ ജാസ്മിൻ, അത് ഞങ്ങളിവിടെ നാടൻ മുല്ല എന്നാണ് പറയുക അതിന്. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. നമ്മൾ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. ജൂലൈ 5 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.